So we continue the next section in ICT and society. So first section we discuss what are the different services of ICT. Okay, what are the different services of ICT? E-governance, e-business, e-banking, and e-learning. So next we discuss what are the what do you mean by information security? Okay, information security എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള എന്തൊക്കെ സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി യൂസ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് വന്നതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇന്റലക്ച്വൽ ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാം ന്യൂ വേർഡ്സ് ആണ്, സോ ഒന്ന് ശ്രദ്ധിക്കുക. Intellectual property right it refers to the exclusive right given to a person over the creation of his or her mind for a period of time. ഒരു particular ടൈമിൽ ഒരാൾ ഉണ്ടാക്കുന്ന അയാളുടെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ക്രിയേഷനെയാണ് നമ്മൾ അത് ഉപയോഗിക്കാനുള്ള അയാൾക്കുള്ള റൈറ്റ്സ്, അതിനെയാണ് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. The World Intellectual Property Organization is an agency dedicated to ensure IPR. വിപ്പോ എന്ന് പറയുന്നതാണ് ഇതിനു വേണ്ടിയുള്ള ഓർഗനൈസേഷൻ ആയിട്ട് കാണുന്നത്. ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡസ്ട്രിക്ക് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള പ്രോപ്പർട്ടി റൈറ്റുകളാണോ ഉള്ളതെന്നാണ്. അപ്ലൈസ് ടു എ ഇൻഡസ്ട്രി, കൊമേഴ്സ് ആൻഡ് ആൻ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്. എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇറ്റ് പ്രൊട്ടക്ട് ഇൻവെൻഷൻ, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആൻഡ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇതൊക്കെയാണ് ഇൻഡസ്ട്രിക്കുള്ള പ്രോപ്പർട്ടി റൈറ്റ്സുകൾ എന്ന് പറയുന്നത്. ആദ്യം വന്നത് പേരാണ് പാറ്റന്റ്. പാറ്റന്റ് എന്ന് വെച്ചാൽ ഇതെല്ലാം ന്യൂ വേർഡ്സ് ആണ്, സോ ഇതിന്റെ ഒക്കെ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. പാറ്റന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ഗ്രാൻഡഡ് ഫോർ ആൻ ഇൻവെൻഷൻ. ഒരു ഇൻവെൻഷൻ നടത്തി കഴിയുമ്പോൾ അതിന് ഫുള്ളായിട്ട് കൊടുക്കണ റൈറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പാറ്റന്റ് എന്ന് പറയുന്നത്. ഇനി ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്ക് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്റ്റീവ് സൈൻ ദാറ്റ് ഐഡന്റിഫൈസ് സർട്ടൻ ഗുഡ്സ് ഓർ സർവീസ് പ്രൊഡ്യൂസ് ഓർ പ്രൊവൈഡഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ എ കമ്പനി. ഒരു കമ്പനി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് കൊടുക്കണ ഒരു സൈൻ, ഇല്ലെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ. അതായത് ഇപ്പോൾ ഇൻഫോസിസ് കമ്പനിയാണ് ഐഡന്റിഫൈ ചെയ്യാൻ അതിനൊരു എംബ്ലം ഉണ്ടായിരിക്കും. ഹോർലിക്സിന്റെ ഇതാണെങ്കിൽ അതിനൊരു എംബ്ലം ഉണ്ടായിരിക്കും. റോയൽ എൻഫീൽഡിന്റെ ബൈക്ക് ആണെങ്കിൽ അതിനൊരു സിമ്പിൾ, ആ സിമ്പിൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഇന്നതിന്റെ ഒരു ഇതാണ്. ഇപ്പൊ മാരുതിയുടെ വണ്ടികളാണെങ്കിൽ ആ ഒരു കാറിന്റെ ഒക്കെ ബാക്കിൽ ഒരു സിമ്പിൾ ഉണ്ടാവില്ലേ, അതാണ് അവരുടെ എന്തെന്ന് പറയുന്നത്? ട്രേഡ് മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഇൻഡസ്ട്രിയൽ ഡിസൈൻ. ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? refers to the ornamental or aesthetic aspect of an article. ഒരു ആർട്ടിക്കിളിന് ഉണ്ടാവുന്ന ഓർണമെന്റൽ ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസൈൻ മേ കൺസിസ്റ്റ് ഓഫ് 3-dimensional features such as shape, surface or article 2-dimensional features such as pattern, lines, കളേഴ്സ്. അതായത് ചിലതിന് ഒരു പർട്ടിക്കുലർ കളർ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു ഡിസൈൻ വെച്ചിട്ടായിരിക്കും അതിന് യൂസ് ചെയ്യണം. അതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു റീജിയനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം കണ്ണാടികളിൽ ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞാൽ എവിടത്തെയാ? ആറന്മുള എന്ന് പറഞ്ഞ റീജിയനിലാണ്. കോഴിക്കോട് ഹൽവ എന്ന് പറഞ്ഞാൽ എന്താ? കോഴിക്കോട് എന്ന് പറഞ്ഞ റീജിയൻ. അപ്പോൾ ഒരു റീജിയനെ സ്പെസിഫൈ ചെയ്ത് ഉണ്ടാക്കുന്ന ഇൻഡിക്കേഷൻസ് ആണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നാലുമാണ് പ്രോപ്പർട്ടി റൈറ്റ്സുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേമാണ് കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരാൾ ഉണ്ടാക്കിയൊരു പ്രോഡക്റ്റ് നമ്മൾ അയാളുടെ പെർമിഷനോട് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോപ്പിറൈറ്റ്. ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ് ഗിവൺ ടു ദ ക്രിയേറ്റർ ഫോർ ആൻ ഒറിജിനൽ വർക്ക്, യൂഷ്വലി ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. അതായത് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ട്രയൽ വെർഷൻ ഉപയോഗിക്കാനുള്ള പെർമിഷൻ അവർ തരും. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും ക്രിയേറ്റ് ചെയ്ത് ഫുള്ളായിട്ട് വാങ്ങണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ട്രയൽ വെർഷൻ നടത്തണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കോപ്പിറൈറ്റ് അപ്ലൈസ് ടു എ വൈഡ് റേഞ്ച് ഓഫ് ക്രിയേറ്റീവ്, ഇന്റലക്ച്വൽ ഓർ ആർട്ടിസ്റ്റിക് ഫോം ഓഫ് വർക്ക് വിച്ച് ഇൻക്ലൂഡ്സ് ബുക്സ്, മ്യൂസിക്, പെയിന്റിംഗ്, സ്കൾപ്ചർ, ഫിലിംസ്. ഇതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫ്രിഞ്ച്മെന്റ്. ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓതറൈസ് യൂസ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സച്ചസ്. അതായത് പാറ്റന്റും കോപ്പിറൈറ്റും ട്രേഡ് മാർക്കും ഒക്കെ ഓതറൈസ് യൂസിന് അൺഓതറൈസ് യൂസ്, അതായത് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് അത് യൂസ് ചെയ്യണത്, അതായത് ഉണ്ടാക്കിയ ആളുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ മോഷ്ടിച്ചെടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സൈബർ സ്പേസ് ആണ്. സൈബർ സ്പേസ് എന്ന് വെച്ചാൽ എന്താ? It is a virtual environment created by a computer system connected to a കമ്പ്യൂട്ടറിലേക്ക് ഇന്റർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന പലതരം ബുദ്ധിമുട്ടാണ് സൈബർ സ്പേസുകൾ എന്ന് പറയുന്നത്. സൈബർ സ്പേസ് is an unreal world in which communication over a computer network occurs.
ഇനി അടുത്തൊരു ടേമാണ് സൈബർ ക്രൈം. ക്രൈം എന്ന് വെച്ചാൽ എന്താ, ഇപ്പം നെറ്റും ഇതൊക്കെ യൂസ് ചെയ്ത് പലതരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈബർ ക്രൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ക്രിമിനൽ ആക്ടിവിറ്റി ഇൻ വിച്ച് കമ്പ്യൂട്ടേഴ്സ് ഓർ ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആർ യൂസ്ഡ് ആസ് എ ടൂൾ, ടാർജറ്റ് ഓർ എ പ്ലേസ് ഓഫ് ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടി കമ്പ്യൂട്ടറും അതിൻ്റെ ഡിവൈസ് നെറ്റ്വർക്കും യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈബർ ക്രൈം എന്ന് പറയുന്നത്. ഇനി സൈബർ ക്രൈമുകൾ പല രീതിയിലുണ്ട്. ക്രൈം അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ ക്രൈം അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസിനെതിരെയുള്ള ക്രൈമുകൾ എന്ന് വെച്ചാൽ ഐഡന്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെന്റ്, impersonation and cheating, violation of privacy, dissemination of obscene materials. അതിൽ ആദ്യം ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരും നമ്മുടെ ഡീറ്റെയിൽസും യൂസ് ചെയ്ത് ആരെങ്കിലും വേറെ ഇപ്പം നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് വേറെ ആൾ പർച്ചേസ് ചെയ്യുക, അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ്. നമ്മുടെ ഐഡന്റിറ്റി വേറെ ആൾ മോഷ്ടിക്കുക. Occurs when someone uses another person's identifying information like their name, credit card number, etc. without their permission to commit fraud or other crimes. ഇനി അടുത്ത ഹറാസ്മെന്റ്. ഹറാസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, മീൻസ് പോസ്റ്റിംഗ് ഹ്യൂമിലിയേറ്റിംഗ് കമന്റ്സ് ഫോക്കസിങ് ഓൺ ജെൻഡർ, റേസ്, റിലീജിയൻ. അതായത് നമ്മൾ പല രീതിയിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തോ ഇമെയിൽ യൂസ് ചെയ്തോ അതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ റീജിയനെ നമ്മുടെയോ ജെൻഡറിനെയൊക്കെ കമൻസുകൾ പറഞ്ഞ് മോശമായ രീതിയിലാക്കണേനാണ് എന്തെന്ന് പറയുന്നത്, ഹറാസ്മെന്റ് നടത്തുക എന്ന് പറയുന്നത്. ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ്, അതായത് നമ്മൾ വേറൊരാളുടെ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് നമ്മളെ വഞ്ചിക്കുക, അതാണ് എന്തെന്ന് പറയുന്നത്, impersonation and cheating എന്ന് പറയുന്നത്. Violation of privacy. Violation of privacy is the intrusion into the personal life of another without the valid reason. വേറൊരാളുടെ ലൈഫിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യുന്നതിനാണ് violation of privacy എന്ന് പറയുന്നത്. Dissemination of obscene material. The internet has provided a medium for the facilitation of crimes like pornography. Distribution and posting of obscene materials is one of the important cyber crimes today. ഒബ്സിൻസ് യൂസ് ചെയ്തുണ്ടാക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഡിസെമിനേഷൻ ഓഫ് ഒബ്സൻസ് മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കണം. ഇനി അടുത്തത് സൈബർ ക്രൈം അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിക്കെതിരെ ഉണ്ടാകുന്നത്, അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് ഫ്രോഡ് ചെയ്യാം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മോഷ്ടിക്കുക, ഇതാണ് എന്തെന്ന് പറയുന്നത്, പ്രോപ്പർട്ടി ക്രൈം അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്മുടെ ഡീറ്റെയിൽസ് മോഷ്ടിക്കുന്നതിനെയാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കിയത് അയാളുടെ പെർമിഷൻ ഇല്ലാണ്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി സൈബർ ക്രൈം അഗെയിൻസ്റ്റ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ എതിരെ വരുന്നത് എന്തൊക്കെയാണ്, ടെററിസം. ടെററിസം എന്ന് വെച്ചാൽ എന്താണ്, terrorism is a cyber attack against sensitive computer network like nuclear power plant, air traffic controls, gas line controls, telecom. ഇതൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സൈബർ അറ്റാക്ക് ആണെന്ന് പറയുന്നത് ടെററിസം. ഇതാണ് നമ്മുടെ ഗവൺമെന്റിനെതിരെ. അതുപോലെ തന്നെ വേറെ ഇതാക്കണം വെബ്സൈറ്റ് ഡിഫേസ്മെന്റ്, അറ്റാക്ക് അഗെയിൻസ്റ്റ് ഇ ഗവേണൻസ് വെബ്സൈറ്റുകളൊക്കെ. അപ്പം നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചെടുക്കുക, അതൊക്കെയാണ് സൈബർ ക്രൈം അഗെയിൻസ്റ്റ് ഗവൺമെന്റിൽ വന്നത്. ഇനി അടുത്തൊരു ടേമാണ് സൈബർ എത്തിക്സ്. എന്താണ് എത്തിക്സ് എന്ന് വെച്ചാൽ, ഏതൊരു കാര്യത്തിനും മിക്ക കാര്യങ്ങൾക്കും ഒരു എത്തിക്സ് ഉണ്ടായിരിക്കും. ആ രീതിയിൽ പോയാൽ മാത്രമേ കറക്റ്റായ ഫ്ലോയിൽ കൂടെ പോവുള്ളൂ. അതായത് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, മാനദണ്ഡങ്ങൾ. ആൻറ്റിവൈറസ്, ഫയർവാൾ, സ്പാമിനെ ബ്ലോക്ക് ചെയ്യൽ, ഇതൊക്കെയാണ് മെയിനായിട്ട് കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ കറക്റ്റായ ഐ ഡികൾ യൂസ് ചെയ്യുക. നമ്മുടെ ഒ ടി പി ഒക്കെ വന്നാൽ മാത്രമേ ട്രാൻസാക്ഷൻ കറക്റ്റായിട്ട് നടത്തിക്കുള്ളൂ. അതുപോലെ ഡി നോട്ട് റെസ്പോണ്ട് ഓർ ആക്ട് ഓൺ ഇമെയിൽ സെൻഡ് ഫ്രം, അറിയാത്ത ആൾക്കാരിൽ നിന്ന് വന്ന ഇമെയിൽസിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് യൂസ് ബാഡ് ഓർ റൂഡ് ലാംഗ്വേജ് ഇൻ സോഷ്യൽ മീഡിയയിലും ഇമെയിൽസിലും നമ്മൾ ബാഡ് ആയ ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. അടുത്ത സൈബർ ലോസ് ആണ്. അപ്പം കുറ്റകൃത്യങ്ങൾ കൂടുന്നതനുസരിച്ച് എന്ത് വന്നു തുടങ്ങി, കുറേ ലോസുകൾ വന്നു തുടങ്ങി. The term cyber law in general refers to the legal and regulatory aspect of the internet. ഇന്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യണതിന് ഉപയോഗിക്കുന്ന കുറച്ച് ലോസിനെയാണ് എന്തെന്നാണ് സൈബർ ലോസ് എന്ന് പറയുന്നത്. ഇനി സൈബർ ഫോറൻസിക്സ്. സൈബർ ഫോറൻസിക്സ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ഓരോ ഒരു മർഡറൊക്കെ നടന്നു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ കാണാറില്ലേ, നമ്മൾ തെളിവെടുപ്പ് നടത്തുമല്ലോ, ഫോറൻസിക് അയച്ചു, അവിടെ നിന്ന് റിപ്പോർട്ട് വന്ന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു ഇത് നടത്തുന്നതിനെയാണ് നമ്മൾ സൈബർ ഫോറൻസിക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസിപ്ലിൻ ദാറ്റ് കമ്പൈൻസ് ദ എലമെന്റ്സ് ഓഫ് ലോ. അതായത് ഗവൺമെന്റിന്റെ കോടതിയുടെ ഒരു ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. എലമെന്റ്സ് ഓഫ് ലോ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ടു കളക്ട്, അനലൈസ് ഡാറ്റ ഫ്രം ദ കമ്പ്യൂട്ടർ
system, network, communication system, and storage devices in a way that is admissible as evidence in a court of law. ലാസ്റ്റ് ടേമാണ് ഇതിനകത്ത് ഇൻഫോമാനിയ. ഇൻഫോമാനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഗെറ്റിംഗ് എക്സോസ്റ്റഡ് വിത്ത് എക്സസ് ഇൻഫർമേഷൻ. കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻ വന്നു തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഫോമാനിയ. ദിസ് മേ റിസൾട്ട് ഇൻ നിഗ്ലക്റ്റിംഗ് ദ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ലൈക്ക് ഡ്യൂട്ടി, സ്റ്റഡീസ്, ഫാമിലി. ഇറ്റ് ഈസ് ദ എക്സസീവ് എന്തൂസിയാസം ഫോർ അക്വയറിംഗ് നോളേജ്. നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സസീവ് എന്തൂസിയാസം ആണ് എന്തെന്ന് പറയുന്നത് ഇൻഫോമാനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചത് ഇൻഫർമേഷൻ സെക്യൂരിറ്റികളെ പറ്റിയാണ്. അപ്പോൾ സൈബർ ലോസ്, സൈബർ ക്രൈമുകൾ, സൈബർ എത്തിക്സ്, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് സൈബർ അറ്റാക്കുകൾ ഉണ്ടാവുന്നത്, ഇൻഡിവിജ്വൽസിനെതിരെയും അതുപോലെ തിങ്സിനെതിരെയും പ്രോപ്പർട്ടിക്കെതിരെയും ഏതൊക്കെ രീതിയിൽ വരും, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്, ട്രേഡ് മാർക്ക് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് സെക്ഷൻ. അപ്പോൾ ഇത് ജനറൽ ആയിട്ട് എല്ലാത്തിൻ്റെ ഒരു ഡെഫിനിഷൻ ചെറുതായിട്ടൊന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു.